പടച്ചവന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ കുടുംബബന്ധം ചേർക്കുന്നവരാകണം. ഞാൻ ഈ ഉറൂസിന് വന്ന എല്ലാ പെണ്ണിനോടും പറയുകയാണ്, ചില ആളുകളുടെ ഉറൂസിന് പോകാൻ വളരെ ഉഷാറാണ്, ഉസ്താദുമാരെ വഅദ് കേൾക്കാൻ ഉഷാറാണ്, ചീരണി വാങ്ങാൻ ഉഷാറാണ്, അങ്ങനെ എല്ലാ കാര്യത്തിലും മുന്നിലാണ്. പക്ഷേ സ്വന്തം ചേട്ടനോട് മിണ്ടൂല, സ്വന്തം പെങ്ങളോട് മിണ്ടൂല, സ്വന്തം ആങ്ങളനോട് മിണ്ടൂല. അതുപോലെ തന്നെ സ്വന്തം ബാപ്പന്റെ അനുജനുമായി പിണങ്ങിയിരിക്കുകയാണ്, അമ്മാവനുമായി തെറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ തെറ്റി ജീവിക്കുന്ന കുറെ മനുഷ്യർ അതാ ജനങ്ങളെ കൂട്ടത്തിലില്ലേ. ഞാൻ പറയട്ടെ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്ബ്. നിങ്ങൾ എത്ര കൊല്ലം പഴക്കമുള്ള മഖബറയിൽ പോയാലും, ഏത് വലിയനെ സമീപിച്ചാലും, ഏത് ആലിമിന്റെ പ്രസംഗം കേട്ടാലും സ്വർഗത്തിൽ കടക്കണോ? കുടുംബ ബന്ധം ചേർക്കണേ. കുടുംബം തമ്മിൽ തെറ്റി ജീവിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. നമ്മുടെ ഒരൊറ്റ അമലും അല്ലാഹു സ്വീകരിക്കൂല. നമ്മളെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഖുർആനും സലാത്തും വഅദും ഉറുദിയും നമ്മളെ ഉറൂസും പരിപാടിയും ഒക്കെ അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിൽ നമ്മൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാകണം. ഇങ്ങോട്ടൊരാൾ തെറ്റിയാൽ പോലും അങ്ങോട്ട് നല്ല ബന്ധം പുലർത്തുന്നവരാകണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സലാസും മൻ കുന്ന ഫീഹി ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ. 3 കാര്യം ഒരു മനുഷ്യനുണ്ടെങ്കിൽ പടച്ചവന്റെ കോടതിയിൽ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാം. അതേതാണ് ആ 3 കാര്യം? തുഅ്തീമൻ ഹറമക് വതസിലു മൻ ഖതഅക് വതഅഫു അമ്മൻ ളലമക്. ഒന്നാമത്തെ കാര്യം തസിലു മൻ ഖതഅക്, നിന്നോട് ഇങ്ങോട്ട് മിണ്ടാത്തവൻ, ഇങ്ങോട്ട് കല്യാണം പറയാത്തവൻ, ഇങ്ങോട്ട് സംസാരിക്കാത്തവൻ, നീയുമായി പടങ്ങി നിൽക്കുന്നവൻ, അവനോട് നീ അങ്ങോട്ട് പോയിട്ട് നന്നാകാൻ നോക്കണം. തസിലു മൻ ഖതഅക്, നിന്നോട് ബന്ധം മുറിച്ചവനോട് ബന്ധം ചേർക്കാൻ നോക്കണം. അതുപോലെ തന്നെ വതുഅ്തീമൻ ഹറമക്, നിനക്കൊരു കാര്യം ആവശ്യമുള്ളപ്പോൾ തരാതെ തടഞ്ഞു വെച്ചവൻ, അവന്റെ അടുക്കൽ ആ സാധനം ഉണ്ട്, പക്ഷേ അവന് തരുന്നില്ല. എന്തുകൊണ്ട് തരുന്നില്ല? കാരണമൊന്നുമില്ല, അവൻ തരുന്നില്ല, അവനത് ആവശ്യമുണ്ടായിട്ടല്ല. തുഅ്തീമൻ ഹറമക്, നിനക്ക് തരാത്തവൻ, അത്തരം ആളുകളോട് വൈരാഗ്യം വെച്ച് ജീവിക്കുന്നതിന് പകരം നീ അങ്ങോട്ട് കൊടുക്കുന്നവനാകണം. തുഅ്തീമൻ ഹറമക് വതഅഫു അമ്മൻ ളലമക്, നിന്നെ ഒരാൾ ചീത്ത വിളിക്കുകയാണ്, നിന്നെ ഒരാൾ തെറി പറയുകയാണ്, അല്ലെങ്കിൽ നിന്നെ ഒരാൾ ആക്രമിക്കുകയാണ്, നാവ് കൊണ്ടാണെങ്കിലും കൈ കൊണ്ടാണെങ്കിലും പണം കൊണ്ടാണെങ്കിലും അധികാരം കൊണ്ടാണെങ്കിലും അക്രമം നടത്തുന്ന മനുഷ്യനെ തിരിച്ചടിക്കാതെ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പ് കൊടുക്കുക. ഈ 3 സ്വഭാവം നിനക്കുണ്ടോ? നിനക്ക് പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. ഇന്ന് ഏകദേശം 15 കോടിയോളം അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം, അതേ സുബ്ഹാനല്ലാഹ്, എത്രയോ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന സൂര്യൻ, ആ സൂര്യനെ വെറും ഒരു ചാണ് മാത്രമോ ഒരു മൈല് മാത്രമോ ഉദിപ്പിക്കുന്ന പടച്ചവന്റെ കോടതി, ആ കോടതിയിൽ വെച്ച് നിനക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണോ? നീ ബന്ധം ചേർക്കുന്നവനാകണേ. അക്രമത്തിന് പകരം അക്രമം ചെയ്യാത്തവനാകണേ. തരാത്തവന് കൊടുക്കുന്നവനാകണേ. ഹബീബ് നബി തങ്ങളുടെ ഉപദേശമാണ്. നമ്മൾ വാശിക്കാരാകരുത്, നമ്മൾ വൈരാഗ്യക്കാരാകരുത്, നല്ല മനസ്സുള്ളവരാകണം.